മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔൻ എന്ന അഹങ്കാരിയായ അക്രമിയായ അധികാരിയോട് സംസാരിക്കാൻ പോകുന്ന രംഗത്തെ വിശുദ്ധ ഖുർആൻ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. കൃത്യമായി പറയുന്നു, നൈർമല്യമുള്ള ഭാഷയെ ഉപയോഗിക്കാവൂ മൂസാ നബിയെ. നിങ്ങൾ ഫിർഔനിനോട് സംസാരിക്കാൻ പോവുകയാണ്. കാര്യമൊക്കെ ശരിയാണ്. അവരുടെ ഭാഗത്ത് അക്രമമുണ്ട്, അനീതിയുണ്ട്, അരാജകത്വമുണ്ട്, എല്ലാ മോശത്തരവുമുള്ള ഒരു അധികാരിയോടും സംസാരിക്കാൻ പോവുകയാണ്. എന്നാലും വളരെ മാന്യമായ, വളരെ നൈർമല്യമുള്ള സന്തോഷത്തിന്റെ വർത്തമാനമാണ് പറയുന്നത്. ഇത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയോടും വിശുദ്ധ ഖുർആൻ പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ സന്ദേശമാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ടത് പ്രതീക്ഷയാണ്, അവർക്ക് കിട്ടേണ്ടത് ഊർജമാണ്, അവർക്ക് കിട്ടേണ്ടത് എഴുന്നേറ്റ് നിൽക്കാനുള്ള കെൽപ്പാണ്. നാം ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിന്റെ ഉള്ളിലുള്ള അകപ്പൊരുളുകളെ കൃത്യമായി മനസ്സിലാക്കാതെ പറയരുത്. അതിനെ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഓരോ വാക്കും എഴുതപ്പെടുക തന്നെ ചെയ്യും, അല്ലേ? അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് കുഞ്ഞുമക്കളുടെ പരിപാടിയാണ്. ഈ കുഞ്ഞുമക്കളോട് നമ്മൾ കൊടുക്കുന്ന ഓരോ വാക്കുകളും അത്രയധികം സൂക്ഷിക്കണം. നാം പണ്ട് നമുക്ക് വാമൊഴിയായി വന്ന ഒരു പാട്ടുണ്ട്. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. ഇത് നമ്മൾ പാടി കൊടുക്കുന്ന സാധന എന്ന് മാത്രമല്ല, ഇത് പാടുന്നതിന് നമ്മൾ സമ്മാനം കൊടുക്കാറുണ്ട്. ഇത് പാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ നിർബന്ധിക്കാറുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ വാക്കിന്റെ ഉള്ളിലുള്ള, ഈ പാട്ടിന്റെ ഉള്ളിലുള്ള ആശയം ഒരു കുഞ്ഞുകുട്ടിയോട് ആദ്യം പറയുന്നത് നരകമാണ്. ഒരു കുഞ്ഞു മനസ്സിനോട് പക്വതപ്പെടാത്ത, പാകപ്പെടാത്ത, നരകം എന്തെന്നറിയാത്ത ഒരു കുഞ്ഞു മനസ്സിന്റെ മുമ്പിലേക്ക് ആദ്യം കൊടുക്കുന്നത് നരകത്തെ കുറിച്ചാണ്. അതൊന്ന് ആ ലിറിക്സ് ഒന്ന് മാറ്റി ഒന്ന് പാടി നോക്കൂ. ഇസ്ലാം കാര്യം 5 അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞവർക്കെല്ലാം സ്വർഗം അവരുടെ സ്വത്താണ്. നോക്കൂ നിങ്ങൾ, ആ കുട്ടിയുടെ മനസ്സിലേക്ക് നരകം വേണ്ട, നരകത്തെ ആദ്യം കൊടുക്കണ്ട, സ്വർഗം കൊടുക്കൂ, സ്വർഗത്തെ പറഞ്ഞു കൊടുക്കൂ. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുന്നിടത്തൊക്കെ കാണാം, ഞാൻ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ആളാണ്, ഞാൻ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ആളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വരും, ഒരുപാട് പ്രയാസങ്ങൾ വരും, ഒരുപാട് പ്രതിസന്ധികൾ വരും. ഇവിടൊക്കെയും പ്രതിസന്ധികളിൽ തളരാതെ, പ്രയാസങ്ങളിൽ കാലിടറാതെ, വിഷമങ്ങളിൽ മുങ്ങിത്താഴാതെ ജീവിക്കാൻ പ്രേരണ കൊടുക്കുന്ന, മുന്നേറാൻ ആത്മാർത്ഥതയോടുകൂടി മുന്നേറാനുള്ള പവർ കൊടുക്കുന്ന, ഊർജം കൊടുക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നവാബിൻ വിളിച്ചു ഈ വേദിയിലേക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളുടെ പിഞ്ചോമനകളെ കാണാൻ ഓടിയെത്തിയ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ,
ഉപ്പാപ്പമാർ, ഉമ്മാവമാർ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സംവിധാനങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപാകതകൾ ഉണ്ടാകാം, ആ അപാകതകളിൽ ദയവ് ചെയ്ത് പൊരുത്തപ്പെടണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ നവാബിൻ സാരഥികൾ, ഇന്നത്തെ ചെറിയ മക്കളുടെ പ്രോഗ്രാം വീക്ഷിക്കാനും ആ സന്തോഷ നിമിഷത്തിൽ പങ്കാളികളാകാനും വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികൾ, ഈ സമയത്ത് ഔപചാരികതകൾ നീട്ടിക്കൊണ്ടുപോയി നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാമുകൾ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ ബുധനാഴ്ച ആരംഭിച്ച ഈ കോൺവക്കേഷൻ പ്രോഗ്രാമിൻ്റെ 6ാമത്തെ ദിവസമാണ്. നാളെയും കൂടി ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ ഒരു വർഷത്തെ പഠനത്തിൻ്റെ അംഗീകാരം വാങ്ങുന്ന വേദി ഇവിടെ ഉണ്ട്. ഈ 3 ദിവസം, ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും, ഈ 3 ദിവസം ഷെയ്പ്പിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അതെന്താണെന്ന് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം ഷെയ്പ്പിനെ അറിയുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തവരാണ് ഈ ഇരിക്കുന്നവരിൽ മഹാഭൂരിഭാഗം. ചെറിയ മക്കൾക്ക് സ്ട്രെസ് ഇല്ലാതെ, ഫോഴ്സ് ചെയ്യാതെ, അവർക്ക് സ്വസ്ഥമായി വളർച്ചയുടെ ഘട്ടങ്ങളിൽ പലതും അവർ പഠിക്കുന്നത് പോലെ സ്വാഭാവികമായ പഠനത്തിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന വളരെ മനോഹരമായൊരു സംവിധാനമാണ് ഷെയ്പ്പ്. ചെറിയ കുട്ടികൾ നിഷ്കളങ്കരാണെന്ന് നമുക്കറിയാം. നിഷ്കളങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവരുടെ മനസ്സിൽ ഒരു ക്ലാവില്ല, കറയില്ല, അഴുക്കുകളില്ല, കളങ്കമില്ലാത്ത മനസ്സിൻ്റെ ഉടമകൾ. ആ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതും വളർത്തുന്നതും എന്നാൽ അതിനെ കളങ്കപ്പെടുത്തുന്നതും നമ്മളാണെന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റുപാടും ജീവിക്കുന്ന, അവർക്ക് ഏറ്റവും ബന്ധപ്പെട്ട മാതാപിതാക്കൾ മുതൽ ആരൊക്കെയാണോ അവർ കാണുന്നത്, കേൾക്കുന്നത്, അനുഭവിക്കുന്നത്, അവർക്കെല്ലാം ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഈ ഒരു തിരിച്ചറിവ് സമൂഹത്തിന് കൊടുക്കാനാണ് ഷെയ്പ്പിലൂടെ നവാബിന് ഉദ്ദേശിക്കുന്നത്. മാത്രമാണ് മറ്റനേകം പ്രോഗ്രാമുകൾ, അനേകം പ്രോജക്റ്റുകൾ ഈ സമൂഹത്തിന് മുമ്പിൽ നവാബിൻ വെക്കുമ്പോൾ അതിൽ പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് ശാന്തിയോടെ, സമാധാനത്തോടെ ജീവിക്കുന്ന, അള്ളാഹു നമുക്ക് തന്ന, ജന്മസിദ്ധമായി തന്ന കഴിവുകളെ പരിപോഷിപ്പിച്ച് നമ്മുടെ ഈ ലോകത്ത് സ്വന്തം ഇടം കണ്ടെത്തുന്ന ഒരു പുതിയ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് നവാബിന് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളാരും ഈ ലോകത്ത് ഒരുപോലെയല്ല. എല്ലാവരും വ്യത്യസ്തരാണ്. നമ്മുടെ മക്കളും വ്യത്യസ്തരാണ്. ഒരാള് മറ്റൊരാളുമായി താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം നമ്മളെല്ലാവരും കാഴ്ചയിൽ ഒരുപോലെയൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതകൾ എല്ലാ കാര്യങ്ങളിലുമുണ്ട്. നമ്മുടെ ബുദ്ധിശക്തിയിലതുണ്ട്, ഓർമ്മശക്തിയിലതുണ്ട്, ചിന്താശേഷിയിലതുണ്ട്, അഭിപ്രായ രൂപീകരണത്തിലതുണ്ട്, കാഴ്ചപ്പാടുകളിലതുണ്ട്, നമ്മുടെ പല തരത്തിലുള്ള സ്കില്ലുകളിലതുണ്ട്. ഇത് മുതിർന്നവർക്കും ചെറിയ മക്കൾക്കും എല്ലാം ഉണ്ട്. അവരിൽ എന്താണോ സർവാധിപനായ അള്ളാഹു ജന്മന നൽകിയിട്ടുള്ള അവരുടെ ഇന്റലിജൻസ്, അഭിരുചികൾ എന്താണോ
അതിനെ യഥാവിധി മനസ്സിലാക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ലോകത്ത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവരെ വാർത്തെടുക്കുന്ന രീതിയിലാണ് ഇന്ന് സമൂഹം മക്കളെ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരെ വാർത്തെടുക്കുകയല്ല, വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. വാർക്കുമ്പോൾ എല്ലാം ഒരേ അച്ഛനെ വാർക്കുക, വളർത്തുമ്പോൾ അങ്ങനെയല്ല. എല്ലാവരും വ്യത്യസ്തരാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വ്യത്യസ്തമായ രീതിയിൽ ഓരോന്നിനും കൊടുക്കേണ്ട സമയത്ത് വെള്ളവും കൊടുത്ത് വളർത്തുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിഞ്ചു മക്കളുടെ കാര്യത്തിലാണ്. നവാബിന്റെ ഓരോ പ്രോഗ്രാമുകളും മനുഷ്യ മനസ്സുകളിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ മാക്സിമം പുറത്തു കളഞ്ഞ് നമ്മളെ സ്ഫുടം ചെയ്തെടുക്കാനും നമ്മുടെ ഉള്ളിൽ ക്യാരക്ടറിൽ മാറ്റം വരുമ്പോൾ അതിലൂടെ നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം വരുത്താനുമുള്ള കാര്യങ്ങളാണ് നവാബിന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഈ ലോകത്തെ മാറ്റാൻ നമുക്കാകില്ലെങ്കിലും നമ്മുടെ ചിന്താഗതികളെ മാറ്റാനാകും, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റാനാകും. നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റം വന്നാൽ തന്നെ ഈ ലോകത്ത് നമുക്ക് ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. ഈ സന്ദേശമാണ് നവാബിന് നിങ്ങൾക്കൊക്കെ നൽകാനുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഈ പ്രസ്ഥാനത്തിന് കിട്ടിയതുപോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സഹകരണമൊക്കെ തുടർന്നും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. സ്വന്തം മക്കളുടെ പ്രോഗ്രാമുകൾ ആസ്വദിക്കാൻ വന്ന നിങ്ങളെല്ലാവരും നവാബിന്റെ ഇന്നത്തെ അതിഥികളാണ്. ആ നിലക്ക് നിങ്ങൾ ക്ഷണം സ്വീകരിച്ചു വന്നതിന് എല്ലാ ഹൃദ്യമായ സന്തോഷങ്ങളും അറിയിക്കുന്നു. അള്ളാഹു രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി നമ്മുടെ മക്കളെയൊക്കെ വളർത്തിത്തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനാദരം നിറഞ്ഞ നവാബിൻ ലീഡേഴ്സ്, പ്രിയപ്പെട്ട ഷെയ്പ്പ് ബേബീസിൻ്റെ രക്ഷിതാക്കൾ, വളരെ പ്രധാനപ്പെട്ട കണ്ടൻസ്ഡ് തോട്ട്സ് എന്ന് പറയാൻ പറ്റുന്ന വാക്കുകളാണ് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചത്. നവാബിൻ നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യം ഇതാണ്. നിങ്ങൾക്ക് പേരൻസിനുള്ള ട്രെയിനിങ്ങിലും കുട്ടികൾക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസുകളിലും ഉള്ള കോണ്ടന്റ് ഇത് തന്നെയാണ്. നമുക്ക് ചുറ്റുപാടുകൾ വാക്കിലും നോക്കിലും മാഗ്നറ്റിക് ഇയേഴ്സാണ്, കാന്തിക വർഷങ്ങൾ. 1 മുതൽ 5 വരെ അല്ലെങ്കിൽ 5.5 വരെ അല്ലെങ്കിൽ 7 വരെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്ന അനുഭവങ്ങളാണ് ഈ കുട്ടിയെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി യുനസ്സിറാനിഹി യുമജ്ജിസാനിഹി എന്ന. കുട്ടികൾ താണ്ടാനും പ്രാപ്തരായിട്ടാണ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. ആ കുട്ടികൾ എങ്ങനെ വളരണമെന്ന് ട്യൂഷൻ നൽകുന്നത്, അവനെ പഠിപ്പിക്കുന്നത്, അവനെ മെരുക്കി ഉരുക്കി എടുക്കുന്നത് ഫഅബവാഹു പേരൻസാണ്. പേരൻസ് പറഞ്ഞാൽ അമ്മയും ബാപ്പയും മാത്രമല്ല, ഉമ്മാൻ്റെ അമ്മയും ഉപ്പാൻ്റെ അമ്മയും ഒക്കെ അടങ്ങുന്ന പേരൻസ് കമ്മ്യൂണിറ്റി. 4 or 5 പേരൻസ് ഉണ്ടാവും. അതെങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്? വല്യപ്പയും വല്യമ്മയും അടി കൂടുമ്പോൾ, വഴക്ക് കൂടുമ്പോൾ കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഉമ്മയും ഉപ്പയും വഴക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ സ്നേഹം എല്ലാം കുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടിയുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വീട് തന്നെയാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. നമ്മളൊക്കെ പറയുന്ന വാക്കുകൾ കുട്ടി പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ സർപ്രൈസ് ആവും, കുട്ടിക്ക് വരുന്നത് കിട്ടിയത്. കുട്ടി പഠിച്ചു, നമ്മൾ പഠിപ്പിച്ചു. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല മാതൃകകൾ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ, നേരത്തെ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് പ്രതീക്ഷ കൊടുക്കുക. നല്ല 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 കാര്യങ്ങൾ, പ്രതീക്ഷകൾ കുട്ടിക്ക് കൊടുക്കുക. കുട്ടിയെ പേടിപ്പിക്കാതെ, കുട്ടിയെ ഭയപ്പെടുത്താതെ. എന്നാൽ കുട്ടി നല്ല കോൺഫിഡൻ്റ് ഉള്ള കുട്ടികളായി നമ്മുടെ കുട്ടികൾ വളരും. കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുക. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മൾ ഉമ്മ വെക്കാറുണ്ട് അല്ലേ? ഉമ്മ വെക്കാറുണ്ട്. നമ്മൾ ഉമ്മ കൊടുക്കുന്നത് നിർത്തുന്ന ഒരു പ്രായമുണ്ട് അല്ലേ? നിങ്ങളൊക്കെ ഓരോ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മക്കളല്ലേ?
നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ തന്നത് കിസ് ചെയ്തത് ഓർമ്മയുണ്ടോ? ഇന്ന് കിസ് കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ടുണ്ടോ? ഈ മാസം കിട്ടിയിട്ടുണ്ടോ? ഈ വർഷം കിട്ടിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. when I have got the kiss from my parents for the last time. എപ്പോ അവസാനം എൻ്റെ ഉമ്മ എന്നെ കിസ് ചെയ്തേ? എൻ്റെ ഉപ്പ എന്നെ കിസ് ചെയ്തേ? എൻ്റെ ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവരുണ്ടാവും അല്ലേ? ഉംറക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഒരു കെട്ടിപ്പിടുത്തുണ്ടാവും. അതല്ല നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമുക്ക് ഉമ്മക്ക് ഇപ്പോൾ തിരിച്ച് കിസ് ചെയ്യാൻ ഉമ്മ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഉപ്പയുടെ ചുളിവ് വീണ കവിളത്ത് സ്നേഹത്തിന്റെ ചുംബൻ നമുക്ക് ഇപ്പൊ കൊടുക്കണമെങ്കിൽ അതിനൊരു മനസ്സ് വരണമെങ്കിൽ അത് മുറിയാതെ പോകണം. അകൽച്ചയുടെ നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ഇടയിൽ അകലം വരാതെ സൂക്ഷിക്കുക, ചേർത്ത് പിടിക്കുക എന്നും കുട്ടികളെ. അത് പേർപ്പസ്ഫുൾ വരും. കാരണം നമ്മുടെ പൊക്കിൽ കൊടി ബന്ധാണല്ലേ, അത് മുറിഞ്ഞു പ്രസവത്തോടു കൂടെ തന്നെ. പിന്നെ നെക്സ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് ആണല്ലേ, അതും മുറിഞ്ഞു 2 വയസ്സായപ്പോൾ. കുട്ടി അകന്ന് പോവാം. LKG പോയപ്പോൾ കുട്ടിക്ക് കുറച്ചുകൂടി അകന്നു. കുട്ടിയുടെ ഫ്രണ്ട്സായി, പിയർ ഗ്രൂപ്പ്സായി അകന്ന് പോവാ. കുട്ടി കെട്ടിച്ചയക്കുമ്പോൾ ടോട്ടലി ഡിസ്കണക്റ്റഡ്. സംഭവിക്കരുത് നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ. എന്ന് വരികയും നമ്മുടെ ജീവിതത്തിന്റെ സായം സന്ധ്യകളിൽ നമ്മുടെ മടിയിൽ വന്ന് കിടക്കാനും, നമ്മളെ ചേർത്ത് പിടിക്കാനും, നമുക്ക് ഉമ്മ തരാനും ചേർത്ത് പിടിക്കാൻ നമ്മുടെ മക്കളുണ്ടാവും. ആ തരത്തിൽ എല്ലാ ഷേപ്പ് ബേബീസും മാറട്ടെ. അതിനുള്ള ഭാഗ്യവും തൗഫീഖും ഷേപ്പ് ബേബീസിന്റെ പേരൻസിന് ഉണ്ടാവട്ടെ എന്ന ആശംസ മാത്രം അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമ്മുടെ മക്കളുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. 1-2 കാര്യങ്ങൾ രക്ഷിതാക്കളോട് പറയാനുള്ളത്. വളരെ ചെറിയ 4 വയസ്സുള്ള മക്കളാണ്. സ്വാഭാവികമായിട്ടും മക്കളുടെ പെർഫോമൻസ് വളരെ വ്യത്യസ്ത രീതിയിലായിരിക്കും. എന്താണോ അവർ പെർഫോം ചെയ്യുന്നത് അത് ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നതാണ് ഒരു കുഞ്ഞിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സ്നേഹം. അതാണ് അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു തരുന്നത്. അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെറിയ മക്കളാണ്. അവരുടെ ജീവിതത്തിൽ പല കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം ആയിരിക്കും. ചെറിയ കുഞ്ഞു മക്കളാണ്. യാത്ര ചെയ്ത് വന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അവർ കരഞ്ഞെന്ന് വരും. ചിലപ്പോൾ സ്റ്റേജിൽ കയറാൻ കൂട്ടാക്കിയില്ലെന്ന് വരും. കുട്ടിയാവുമ്പോൾ എന്താണോ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി അത് എക്സ്പ്രസ് ചെയ്യും. എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇറങ്ങി ഓടിക്കളയും. ഇതിനെ ആ സെൻസിൽ എല്ലാ രക്ഷിതാക്കളും ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. കാരണം വളരെ ചെറിയ കുഞ്ഞുമക്കളാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ അതിനെ എന്തുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞങ്ങനെ സംഭവിച്ചത്, അതിന് ഒരുപാട് റോൾ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുണ്ടാവും. ഒരു പക്ഷേ ഇന്നത്തെ ആ ഒരു ടൈമിൻ്റെ കാരണമാവാം. ആ സമയത്ത് കുട്ടിയുടെ ഹെൽത്ത് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ യാത്ര ചെയ്ത ക്ഷീണമാവാം, മറ്റു പലതുമാവാം. അതല്ലെങ്കിൽ ഇതുവരെ ഇതുവരെ വളർത്തിയതിൻ്റെ രീതികളാവാം. നിങ്ങൾ അതിനെ ഉൾക്കൊള്ളണം. ആ സെൻസിൽ ഉൾക്കൊണ്ടുകൊണ്ട് പലപ്പോഴും ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിൽ തീരെ ഉമ്മയെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ചില കുട്ടികളുണ്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന സമയത്ത് പിരിയേണ്ട സമയത്ത് പിരിയാൻ റെഡിയാവുന്ന വിധത്തിലാണ് നമ്മുടെ കരിക്കലുള്ളത്. എപ്പോഴും ചേർന്ന് നിൽക്കുക എന്നല്ല, ഓടാനും ചാടാനും പുറത്തു പോവാനും, പിരിഞ്ഞിരിക്കേണ്ട സമയത്ത് പിരിഞ്ഞിരിക്കാനും ചേർന്നിരിക്കേണ്ട സമയത്ത് ചേർന്നിരിക്കാനും ഉള്ള രീതിയിലാണ് നമ്മൾ ഈ കരിക്കുലത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് 1-2 കുട്ടികൾക്ക് ഒരു പക്ഷെ ആ രീതിയിലേക്ക് ആവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സമയത്ത് രക്ഷിതാക്കൾ സങ്കടപ്പെടുകയോ അല്ലെങ്കിൽ കുട്ടിയെ ഓവറായിട്ട് അതിനെ ഫോഴ്സ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിലും കുട്ടിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണ് ചെയ്യുക. അതിനെ അതേ സെൻസിൽ സ്വീകരിച്ചുകൊണ്ട് സൂപ്പർ, മോൻ നന്നായിട്ടുണ്ട് എന്ന രീതിയിൽ കുട്ടിക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം, ഇന്ന് പ്രധാനപ്പെട്ട 2 കാര്യമാണ് ഇവിടെ നടക്കാനുള്ളത്. ഉച്ചവരെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കുഞ്ഞുങ്ങളുടെ കോൺവക്കേഷൻ പ്രോഗ്രാമാണ്. അതിനുവേണ്ടി ഓരോ കുഞ്ഞിനും
ഒരു 2 മിനിറ്റ് ആവറേജ് 1.5 മിനിറ്റ് എന്താവും സമയമെടുക്കും. ഏകദേശം 168 കുട്ടികൾ ഇന്ന് ഇവിടെ വന്നിട്ട് അവരുടെ മൊമെൻ്റോ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാനുണ്ട്. അപ്പോൾ അത്രയും ദീർഘമായ സമയം നമുക്ക് വേണം, ഓരോ കുഞ്ഞിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കാനുണ്ട്. അപ്പോൾ ആ പരിപാടികൾ വളരെ വ്യത്യസ്തമാക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ച സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽ മുസ്തഫ അവരുടെ പ്രബോധനമൊക്കെ കഴിഞ്ഞ് ഒരു പ്രദേശത്ത് നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ അവിടെയുള്ള കുറെ ആളുകൾ ഓടി വന്ന് അൽ മുസ്തഫയോട് ചോദിക്കും, ഞങ്ങൾക്ക് ഇനിയും ഉപദേശങ്ങൾ നൽകുക, ഹൃദയങ്ങൾ നിറയെ ഇരുട്ട് കയറിയ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നവരാണ് നിങ്ങൾ, ഇനിയും ഞങ്ങൾക്ക് ഉപദേശം തരിക. അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന കൂട്ടത്തിൽ ഒരു ഉമ്മയും ഒരു കുഞ്ഞും വന്നു. ആ ഉമ്മയും കുഞ്ഞും അൽ മുസ്തഫയുടെ മുന്നിൽ നിന്നിട്ട് അൽ മുസ്തഫയോട് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ കുറിച്ച് പറയുക. അൽ മുസ്തഫ ആ ഉമ്മയോട് പറഞ്ഞ കുറച്ച് വാക്കുകൾ ഉണ്ട് ആ കവിതയിൽ, വളരെ മനോഹരമാണ്. ആദ്യം അൽ മുസ്തഫ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ആ സെന്റൻസ് പോലും തെറ്റാണെന്നാണ്. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെതല്ല, നിങ്ങളിലൂടെയാണ് അവർ വന്നത്, നിങ്ങളാണ് അവരെ ഈ ഭൂമിയിൽ നൽകിയത്, നിങ്ങളാണ് അവർക്ക് പേരിട്ടത്, നിങ്ങളാണ് അവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുത്തത്, നിങ്ങളാണ് അവരെ സംരക്ഷിക്കുന്നതെന്ന് കരുതുന്നത്. സംരക്ഷിക്കുന്നത് നമ്മളല്ല. ആ കുഞ്ഞിന്റെ ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാണോ? ആ കുഞ്ഞിന് കൊടുക്കാൻ ആവശ്യമായ ഭക്ഷണം നമുക്ക് പോലും തരുന്നത് പടച്ചവനാണ്. പുതിയ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് നിനക്ക് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഓൻ പറയുന്ന ആഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. ചില ആഗ്രഹങ്ങൾ കുട്ടികൾ പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. കാരണം